ബീഫ് വിൻഡാലു ആവശ്യമുള്ള സാധനങ്ങൾ: അര കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത്, മസാല അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ: ഒരു വലിയ കഷ്ണം ഇഞ്ചി, 7-8 വെളുത്തുള്ളിയുടെ അല്ലി, 1 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 5-6 കറിയാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 6-7 ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഉണക്കമുളക് ആവശ്യത്തിന്, വിനിഗർ 2 ടേബിൾ സ്പൂൺ. ഈ മസാലകളെല്ലാം കൂട്ടിയിട്ട് വിനിഗറും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെയിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഒരു വലിയ സബോള കനം കുറച്ചിട്ട് നല്ല ചെറുതാക്കി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കറി വയ്ക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് ബീഫ് വിൻഡാലു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഈ സവാള ചെറുതായിട്ട് കളർ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. സവാള നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടിയെ കുത്തിക്കൊണ്ടുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. ചിലവർ ചിലപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് ബീഫിലേക്ക് ഈ മസാല മാരിനേറ്റ് ചെയ്ത് വെക്കും ഒരു 2-3 മണിക്കൂർ. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എണ്ണയിലേക്ക് ഇത് നേരിട്ട് ഒഴിക്കാം. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്നിട്ടൊന്ന് വഴന്നെടുക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടും. ഇനി നമുക്കൊരു ചെറു തീയിലിട്ടിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ മസാല അരച്ചെടുക്കുമ്പോൾ മസാലയിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം. മിക്സ് ചെയ്യാം. ഈ മസാല നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർക്കാം. ഈ മസാല നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജാറ് കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഗ്രേവിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം. ഇനി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ബീഫിനെ വേവിക്കാം. കറീനെ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ കറിയുടെ ഗ്രേവി ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ട് ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം. ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറുതായിട്ട് ഗ്രേവി തിക്കായിട്ടുണ്ട്. അധികം കറി അധികം ഡ്രൈ ആയി പോകരുത്, ചെറുതായിട്ട് ഗ്രേവി വേണം.